എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മൈ ലൈഫ് ഈസ് മൈ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറെ നാളെ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒന്നാമത്തെ ടൈമില്ല. രണ്ടാമത്തെ കാര്യം കുറച്ച് വേറെ കാര്യങ്ങളിലൊക്കെ തിരക്കായി പോയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. പിന്നെ ഞാൻ ഒരിക്കലും ഒരു സാധനം കിട്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു. കാരണം ഈ ചക്ക കൊള്ളാമോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. ഞാനൊരു പ്ലാവിൽ നിന്ന് പറിച്ചൊരു ചക്കയാണ് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഈ ചക്ക ഓക്കെയാണ്. നമുക്ക് ചക്ക കൊണ്ട് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കണം. അപ്പം ഇപ്പൊ ചക്കയുടെ സീസൺ കഴിയാറായി. അപ്പൊ എനിക്ക് തേടി പിടിച്ച് കിട്ടിയതാണ് ഇവിടെ ചക്ക. നമ്മളിവിടെ കടച്ചക്ക അല്ലെങ്കിൽ ഇടിച്ചക്ക എന്നൊക്കെ നമ്മൾ പറയും. സംഭവം ഇതുകൊണ്ട് നമുക്കൊരു പൊളി ഒരു സ്നാക്സ്, വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കണം. അപ്പം അതിന് ഞാൻ കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഐറ്റംസ് നമ്മളെ പരിചയപ്പെടുത്താം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ചക്ക ഒന്ന് കട്ട് ചെയ്ത് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. പോരെ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിന്റെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ കടച്ചക്ക അല്ലെങ്കിൽ ഇടിച്ചക്ക എന്ന് പറയുന്ന കുരുവില്ലാത്ത ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ചക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു ഒരു കപ്പ് മൈദമാവ്, അതുപോലെ ഗരം മസാല, നമ്മുടെ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാധാ എരിവുള്ള മുളക് പൊടി മിക്സ് ചെയ്ത മുളക് പൊടി, കടലമാവ്, വെളിച്ചെണ്ണ, അതുപോലെ നമ്മുടെ കോൺഫ്ലവറിൻ്റെ പൊടി, ഒരു മുട്ട, അതുപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി. ഇത് പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. ഇത് നമുക്കിത് പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. കൂടാതെ നമ്മൾ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ഉപ്പ്. ഇത്ര ഐറ്റമാണ് നമ്മളിത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ അതിൽ നീട്ടുന്നില്ല. എപ്പോഴും പറയാൻ പോലെ കൂട്ടുകാരെ, നിങ്ങൾ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വലുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് നമുക്ക് ആദ്യം ഈ ചക്ക ഒന്ന് ഒരു 6-7 സ്ലൈസായിട്ട് പീസായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് നമുക്ക് ആവിയിൽ ഈ ചക്ക ഒന്ന് പുഴുങ്ങിയെടുക്കണം. കാരണം നമുക്ക് ഈ ചക്കയുടെ ഗുണം നമുക്ക് അറിയാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ചക്കയെ നമുക്ക് എല്ലാ ഐറ്റവും എടുക്കാം. ഈ മുള്ളു വരെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ തൽക്കാലം നമ്മൾ മുള്ളു ഉപയോഗിക്കുന്നില്ല. നമ്മളിതിൻ്റെ ഇൻസൈഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഔട്ട്സൈഡ് കളയുകയാണ്. പക്ഷെ നമ്മൾ ഈ ഔട്ട്സൈഡ് ഉൾപ്പെടെയാണ് നമ്മളിത് ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ അടുപ്പിൽ വെള്ളം വച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചക്ക സ്ലൈസായിട്ട് കട്ട് ചെയ്യാം. അപ്പം എങ്ങനെ ഞാൻ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ചക്ക ഒരു 4-5 സ്ലൈസായിട്ട് കട്ട് ചെയ്യണം. വിചാരിച്ചോട്ടെ, നല്ല നല്ല കട്ടി കേട്ടാ ചക്ക. സൂപ്പർ കട്ടിയുള്ള ചക്ക കണ്ടോ. ഈ ഒരു സൈസിൽ ഞാൻ ചക്ക ഇങ്ങനെ കട്ട് ചെയ്യാണ്. തുളയ്ക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കൂട്ടുകാരെ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ചക്ക എല്ലാവർക്കും പ്രിയമാണ്. എന്നാൽ ചക്ക ഇപ്പം കിട്ടാനില്ല. ശരിക്കും പറഞ്ഞാൽ ചക്ക ഒക്കെ കിട്ടിയ കാലങ്ങളൊക്കെ മറന്നു. കൂട്ടുകാരതാ ഞാൻ ഓൾറെഡി കണ്ടോ ചക്കത ഈ ഒരു ലെവലിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ കുരു, ഇതിൻ്റെ മീൻസിൻ്റെ ആ ഒരു മുള, ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. അതിനു മുമ്പ് നമുക്കിതൊന്ന് ആവിയിൽ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പം ആവിയിൽ പുഴുങ്ങാൻ ഞാൻ ഓൾറെഡി ഞാൻ ഇവിടെ ഒരു ഇഡ്ഡലി കൂട്ടുമ്പം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഞാൻ ഓരോ ചക്കയായിട്ട് ഇങ്ങനെ ജസ്റ്റ് വയ്ക്കാം. നമുക്ക് ജസ്റ്റ് ആവിയിൽ ഒന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്ത ശേഷം മാത്രമേ നമ്മളിതിൻ്റെ തൊലി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. എന്താ ഞാൻ ഓൾറെഡി ഇതാ ഞാൻ ആവിയിൽ വെക്കുകയാണ്. നമുക്ക് ഇന്ന് അടപ്പ് വെച്ചൊന്ന് അടച്ചെടുക്കണം. ഞാൻ ആവിയിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് ഇതൊന്ന് ആവിയിൽ നിന്ന് വേവട്ടെ. ഞാൻ അടപ്പ് വെച്ചൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇത് ആവിയിൽ വെന്തതിന് ശേഷം നമുക്ക് ബാക്കി
പ്രോസസ്സിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മിക്സിയിലൊന്ന് മഷി പോലെ അരച്ചെടുക്കണം. പിന്നെ ബാക്കി ഇതിൻ്റെ ചേരുവകൾ ചേർക്കാറുണ്ട്. അത് നമുക്ക് അപ്പോഴും കാണാം. ഇപ്പം എന്തായാലും ഇത് ആവിന്ന് വേവട്ടെ. ദേ പോയി ദാ വന്നു ആ ചക്ക. ദാ കണ്ട ആവി വരണ കണ്ട. നമ്മുടെ ചക്ക ഇതാ ഓൾമോസ്റ്റ് ഇതാണ്ട ഇതാ ഇവിടെ സെറ്റായിട്ടുണ്ട്. കണ്ട നമ്മളെ ചക്ക ഇതാ ഓൾമോസ്റ്റ് ഇവിടെ സെറ്റാണ്. ഞാൻ ഈ ചക്ക നമുക്കൊന്ന് കട്ട് ചെയ്യണം. ഇതൊന്ന് തണുക്കട്ടെ. ജസ്റ്റ് ഒന്ന് തണുക്കണം. നല്ല ആവി വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് തണുത്തിട്ട് ഈ നമ്മളൊക്കെ ഈ ഭാഗം ഇത്രയും കട്ട് ചെയ്ത് മാറ്റണം. മീൻസ് തൊലി കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ബാക്കി പീസുകൾ കട്ട് ചെയ്ത് പ്രിപ്പറേഷൻ തുടങ്ങാം. ഓക്കെ, ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് തണുക്കട്ടെ. അതിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓൾറെഡി ഇതെല്ലാം വേവിച്ചു. നമുക്ക് ഇതിൻ്റെ ഇതുപോലെ ഇതിൻ്റെ മുള്ള് നമുക്ക് ഇങ്ങനെ കളയണം. കണ്ടോ, നമുക്ക് വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുള്ള് ഇത് വളരെ എളുപ്പത്തിൽ കളയാൻ പറ്റും. കണ്ടോ, ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ മുള്ള് ഇങ്ങനെ കളയാൻ പറ്റും. ചത്തിക്ക് മൂർച്ചയില്ലാത്തതാണോ ഞാൻ കട്ട് ചെയ്യുന്ന ശരിയല്ലാത്തതെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കണ്ട, എളുപ്പത്തിൽ നമുക്കിങ്ങനെ മുള്ളുകൾ പെട്ടെന്ന് തന്നെ ഇതാ കണ്ടോ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റണം. അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഇതാ ഞാൻ നമ്മുടെ ആ കടച്ചക്ക അല്ലെങ്കിൽ ഇടിച്ചക്ക ഇതാ കണ്ട ഓൾറെഡി ഞാൻ ഇതാ ആവിയിൽ നല്ലൊരു പുഴുങ്ങി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ കുറച്ച് സ്ലൈസായിട്ട് പീസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാൻ കാണിച്ചു തരാം. ഇതാ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ ഒരു 5-6 പീസായിട്ട് നമ്മളിത് കട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു 5-6 പീസായിട്ട് നമ്മളിത് കണ്ടോ, നമ്മൾ 5-6 പീസായിട്ട് ഒരു കുറച്ച് പീസായിട്ട് നമ്മളിതിങ്ങനെ കട്ട് ചെയ്യണം. അങ്ങനെ നമുക്കിത് ഇതുപോലെ നമുക്കിത് ഒരു 5-6 പീസായിട്ട് ഇതെല്ലാം ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ നമ്മുടെ കടച്ചക്ക അല്ലെങ്കിൽ ഇടിച്ചക്ക ഇതാ ഓൾറെഡി ഞാൻ ആവിയിൽ പുഴുങ്ങി എൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തണ്ട ഒരു സ്ലൈസ് പീസുകളായിട്ട് ഓരോ ക്യൂബ്സ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നോക്കിക്കോ, കണ്ട ഇത് ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. കണ്ടാ പൊളി. കാരണം ചക്കയുടെ ഗുണം ഞാൻ നിങ്ങളുടെ പറയേണ്ട കാര്യമില്ല. ചക്ക എല്ലാം കൊണ്ടും നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അത് എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. അപ്പം നമുക്ക് എന്താ അടുത്ത ഈ ചക്ക മാരിനേഷൻ ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് പോവാം. മാരിനേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിനെ കുറച്ച് മൈദമാവ് ഇടാം. ഓക്കെ, നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനെ കുറച്ച് മൈദമാവ് വെച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് മൈദമാവ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ അല്പം നമ്മുടെ കടലമാവ് ഒരു 2 സ്പൂണ് കടലമാവ് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇതാ 2 സ്പൂണ് കടലമാവ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരല്പം ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ഇല്ല എങ്കിലും ഇതാ കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഞാനിലേക്ക് ആഡ് ചെയ്യാണ്. അതിനോടൊപ്പം ഞാൻ കുറച്ച് ഗരം മസാല, അതും ഒരു 1/4 ടീസ്പൂൺ വരത്തില്ല, ഇത് കാണാൻ പറ്റും. ഈ ഒരു അളവിൽ ഞാൻ കുറച്ച് ഗരം മസാല ഇതിലേക്ക് ആഡ് ചെയ്യണം. അടുത്ത് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയും നമ്മുടെ സാധാ എരിവുള്ള മുളക് പൊടി ഇവിടെ മിക്സ് ചെയ്തതാണ്. ഇത് ഞാൻ ഒരു സ്പൂൺ ഒരു 1.25 സ്പൂണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണം. നമുക്കിവിടെ അല്പം എരിവ് കുറവാണെങ്കിലും അല്പം ഇതിട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം ഞാൻ കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണം. കാരണം ചക്ക ഗ്യാസാണ് കൂട്ടുകാർ. അപ്പോൾ അറിയാമല്ലോ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മളെ ഗ്യാസ്ട്രിക്കലായിട്ടുള്ള സംഭവങ്ങൾ ക്ലിയർ ചെയ്യും. പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം നമ്മുടെ മെയിൻ ഐറ്റം മീൻസ് നമ്മുടെ സാൾട്ട് അല്ലെങ്കിൽ ഉപ്പ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യണം.
ഇതാ ഇതിലേക്ക് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഉപ്പ് നോക്കിയിട്ടിടാം. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു മുട്ടയാണ്. ഇതാ ഒരു മുട്ട ഞാൻ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം നമ്മുടെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, ഞാൻ അല്പം വെള്ളം, ഇത് ചൂടുവെള്ളമാണ്, ചൂടുവെള്ളം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യണം. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ള ആ ഒരു ഇതിനാണ് ഞാൻ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിത് കൂട്ടത് അല്പം എണ്ണയുടെ കുറവുണ്ട്, ഞാൻ അല്പം കൂടെ ഇത് എണ്ണ ചേർക്കുകയാണ്. പിന്നെ നമ്മൾ എരിവ് നമുക്ക് ഓരോരുത്തർക്ക് ആവശ്യാനുസരണം എരിവ് ചേർക്കാം. ഇവിടെ നമുക്ക് എരിവ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്: മുളക് പൊടി, ഗരം മസാല, ജീരകത്തിൻ്റെ പൊടി, പിന്നെ നമ്മുടെ കടലമാവ്, മൈദമാവ്, ഉപ്പ്, വെളിച്ചെണ്ണ, ഒരു മുട്ട. ഇത്രയാണ് ഇതിന് ആവശ്യം. നമുക്കിതിലേക്ക് ഇനി അല്പം കൂടെ വെള്ളം ചേർക്കേണ്ടി വരും. ഞാൻ എന്തായാലും നമ്മുടെ ഈ ഐറ്റം മീൻസ് നമ്മുടെ ചക്ക ഇടുമ്പോഴായിട്ട് ഇതിൽ അല്പം കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഏകദേശം 1 സ്പൂൺ കണക്കാക്കി വരും. ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം, കാരണം ഇതിൻ്റെ ആ മസാല എല്ലാം നല്ല രീതിയിൽ പിടിക്കണം. പിന്നെ എരിവ് എപ്പോഴും പറയുന്നു, അത് ഓരോരുത്തരെ എരിവ് അനുസരിച്ച് എരിവ് ചേർക്കുക. നമുക്കിവിടെ എരിവ് വളരെ കുറച്ച് മതി, കാരണം എരിവ് അധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല ഇവിടെ ഉള്ള ആൾക്കാർ. അതുകൊണ്ട് നമ്മൾ എരിവ് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക. എന്നാൽ ഈ ഒരു ലെവലിൽ ഞാൻ ആക്കിയെടുക്കണം. നമുക്ക് ഈ ലെവലിൽ പോരാ, ഒരു അല്പം കൂടെ ലൂസ് ആവണം, കാരണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അല്പം കൂടെ ഇതിന് വെള്ളം നിങ്ങൾ വെള്ളം ഇത് ചേർക്കുമ്പോഴത്തേക്കും കുഴയ്ക്കുന്ന ആ ഒരു ലെവലുണ്ട്, ആ ലെവൽ നോക്കി മാത്രം വെള്ളം ചേർത്ത് നിങ്ങളിത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അല്ലാതെ നമ്മൾ ഓവർ വെള്ളമായി പോയി കഴിഞ്ഞാൽ സംഭവം മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പണി പാടും. അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും എരിവും പാകത്തിനാണോ എന്നും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കുകയാണ്, ഇതിൽ ഉപ്പുണ്ടോ എന്ന്. ഓക്കെ, ഡൺ. എരിവുണ്ട്, ഉപ്പുണ്ട്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മുമ്പന്തി നിൽപ്പുണ്ട്. അപ്പോൾ ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബാറ്ററിങ് പരുവം. മീൻസ് നമുക്ക് മിക്സ് ചെയ്യാനുള്ള പരുവം ഇതാണ്. കളർ നിങ്ങൾ നോക്കണ്ട, കാരണം കളർ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ കളറുണ്ട് ഇത് ആഡ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഫ്ലേവർ ആയിട്ടുള്ള കളർ ആഡ് ചെയ്യുന്നില്ല, നമ്മൾ തനതായിട്ടുള്ള രീതിയിൽ നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ്. കളർ നമ്മൾ പ്രതീക്ഷിക്കരുത്. വേണമെങ്കിൽ നമുക്കിത് റോസ് കളർ ആണെങ്കിൽ ആഡ് ചെയ്യാം, കുറച്ച് കളർ കിട്ടും. അതുപോലെ നമ്മൾ കാശ്മീരി മുളക് പൊടി അഡീഷണൽ ആഡ് ചെയ്താലും നമുക്കൊരു കളർ കിട്ടും. നമ്മൾ കളർ ഉദ്ദേശിക്കുന്നില്ല. ക്രിസ്പി ടൈപ്പിൽ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്കിത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓൾറെഡി ഞാനിത് ഈ പരുവത്തിനാക്കിയിട്ടുണ്ട്. ഒന്ന് അല്പം ലൂസാക്കേണ്ടി വരും. ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഫൈനലായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ ഇടിച്ചക്ക ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ
ഞാൻ കൈ വാഷ് ചെയ്തിട്ടുണ്ട്. ഈ കൈ കൊണ്ട് നമുക്ക് മാക്സിമം ഇതിനൊന്ന് നല്ല രീതിയിൽ ഒന്ന് പുരട്ടിയെടുക്കാം. ഓക്കെ, നമ്മൾ ബലമായിട്ട് പുരട്ടരുത്, കാരണം ഇത് വ്യാപിച്ച ചക്കയാണ്, അപ്പം പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ നൈസായിട്ട് ചക്കയ്ക്ക് തട്ടുകേടില്ലാത്ത രീതിയിൽ നമ്മളിതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഞാൻ ഇപ്പോഴും പറയുന്ന കൂട്ടുകാരെ, കളർ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, കാരണം കളർ നമുക്ക് വേണമെങ്കിൽ കളറിങ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ കുറച്ച് കാശ്മീർ മുളക് കൂടെ ഇട്ട് കഴിഞ്ഞാൽ കളർ കിട്ടും. നമ്മൾ കളർ എന്ന് ഉദ്ദേശിച്ചല്ല, ചെയ്യുന്ന കാര്യം വളരെ നാച്ചുറലായിട്ട് നല്ല രീതിയിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇതാ ഞാൻ ഓൾറെഡി നമ്മുടെ ഇടിച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക ഓൾറെഡി ഞാൻ ഇതാ ഒന്ന് സെറ്റ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതിവിടെ പിടിക്കട്ടെ. എണ്ണ ചൂടാവുന്ന സമയം ഇതിവിടെ പിടിക്കട്ടെ. ഞാൻ ഇതാ അടച്ചു വയ്ക്കുകയാണ്. ഓക്കെ, നമുക്ക് എണ്ണ ചൂടായിട്ട് ബാക്കി വർക്ക്ഷോപ്പിൽ കാണാം. പോലെ കൂട്ടരുതാ, ഞാനിതാ ഓൾറെഡി ഇതാ എല്ലാം മിക്സ് ചെയ്ത് വച്ചിട്ടൊരു 10 മിനിറ്റ് ആയി. ഞാനിതാ ഇവിടെ നമ്മുടെ പാനിൽ കണ്ടോ, പാനിൽ ഇതാ നമ്മളെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മളെ ചട്ടിയിൽ ഇതാ ഓൾറെഡി എണ്ണ വീത്തിയിട്ടുണ്ട്. ഇത് എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. നമുക്ക് ഇനി വേറെ ഒന്നുമില്ല, പരിപാടി സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തീരുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലിട്ട് വറുത്ത് കോരി എടുത്താൽ മാത്രം മതി. ഞാൻ ഇത് മസാല പുരട്ടി വച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. മീൻസ് നമ്മുടെ ഇതിൻ്റെ മിക്സ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഈ എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്താൽ നമ്മുടെ ചക്ക വറ്റൽ ഓൾറെഡി സെറ്റാണ്. ഓക്കെ, ഇതാ കൂട്ടുകാരെ, നമ്മളിതാ ഓരോന്നായിട്ട് അതിലേക്ക് ഇടുകയാണ്. ഞാൻ പറഞ്ഞ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. കൊച്ചുകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഇത് ചക്ക കിട്ടാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ചക്കയുടെ സീസൺ കഴിയാറായി, എങ്കിലും ഞാൻ തപ്പിപ്പിടിച്ച് ഒരു ചക്ക ഒപ്പിച്ചെടുത്തതാണ്. ഇത് പലർക്കും ഇത് അറിയാതിരിക്കാം, എങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അല്ലേ അമ്മ, സൂപ്പർ അല്ലേ ഇത്? അതെ, പൊടിച്ചക്ക വറ്റൽ തന്നെ. നമ്മൾ ഇടിച്ചക്ക, കടച്ചക്ക എന്ന ഇടിച്ചക്കയുടെ അല്ലെ, ചെറിയ ഇടിച്ചക്കയുടെ ഒരു സംഭവമാണ് അത്. എന്തായാലും കൂട്ടുകാരെ, സംഭവം ഇതൊന്ന് റെഡി ആയിട്ട് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സംഭവം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ട് വരുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി മറ്റൊരു മിക്സ് ചെയ്ത് ഞാൻ ചേർത്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ നമ്മളെ കളറല്ല, നമുക്ക് കളറിൽ ആർട്ടിഫിഷ്യൽ കളർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യൽ കളർ ചേർക്കാതെ നോർമലി ഒരു വീട്ടിൽ ചെയ്യുന്ന ഒരു ഈവനിങ് സ്നാക്സ്, അത്രയേ ഉള്ളൂ. ഇവിടെ വേണമെങ്കിൽ കളർ ചേർക്കാം, ആർട്ടിഫിഷ്യൽ കളർ ചേർക്കാം, ഇല്ലെങ്കിൽ നമ്മൾ കാശ്മീർ മുളക് പൊടി കൂടുതൽ ചേർക്കാം. നമ്മളൊന്നും ചേർക്കാതെ കൂട്ടുകാരെ, നമ്മൾ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യുന്ന ഒരു സ്നാക്സ്, അത്രയേ ഉള്ളൂ. ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്സ്. പൊടിച്ചക്ക മീൻസ് ഇടിച്ചക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്നാക്സ്. ക്രിസ്മസ് നമുക്ക് ഫീൽ ചെയ്യണം, അതാണ് എൻ്റെ ഒരു സെറ്റപ്പ്. എന്താ നല്ല ഇതൊന്ന് മുരിഞ്ഞ് വരണം കൂട്ടുകാരെ, നമുക്കൊന്ന് അതൊരു വെയിറ്റ് ചെയ്യാം. നമ്മളൊന്ന് മുരിഞ്ഞ് വരട്ടെ. നമ്മൾ ആദ്യത്തെ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇത് നമ്മുടെ ഇത് വരട്ടിയത് സെറ്റായിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, കാശ്മീരി മുളക് പൊടി ഇടാതെ തന്നെ ഇത്രയും കളർ കണ്ടോ നിങ്ങൾ? കണ്ടോ, നമുക്ക് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കളർ കിട്ടും. ഓരോ കളർ ഫ്ലേവർ കളർ നമ്മൾ ആഡ് ചെയ്താലും നമുക്ക് നല്ല ചുവന്ന കളർ കിട്ടും. പക്ഷെ നമ്മൾ കളർ ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ വളരെ നാച്ചുറലായിട്ട്, കെമിക്കലൊന്നും ഇല്ലാതെ വളരെ നാച്ചുറലായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് സെറ്റ് നമ്മൾ കോരിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സെറ്റ് ഇടാം.
നമ്മുടെ ചക്ക വറ്റലെന്നോ അല്ലെങ്കിൽ എന്താ പറയാ എന്താ പറയാ പൊടിച്ചക്ക വറ്റലെന്നോ അടുത്തെടുത്തോ. പൊടിച്ചക്ക വറ്റലെന്നോ അല്ലെങ്കിൽ ചക്ക വറ്റലെന്നോ ഇടിച്ചക്ക വറ്റലെന്നോ ഒക്കെ പറയാം. പക്ഷെ ഞാൻ പറയാം സൂപ്പർ സ്നാക്സ് ആണ്, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ഞാൻ ഇതിന്റെ ക്രിസ്മസ് നിങ്ങൾക്ക് എത്ര കേൾക്കാൻ പറ്റുന്ന അറിയത്തില്ല, ഞാൻ കേൾപ്പിച്ചു തരാം. കൂട്ടുകാർ ഞാൻ നമ്മൾ നല്ലൊരു മുറിച്ചെടുക്കണം. ഞാൻ പറഞ്ഞു ഇപ്പോഴും പറഞ്ഞല്ലോ, നമുക്ക് കളറ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇത് തനതായ രീതിയിലാണ് ചെയ്തത്. നമുക്കിത് കുറച്ച് കളർ ഫ്ലേവർ ചെയ്താൽ നമുക്കിത് കുറച്ച് കളറായിട്ട് കിട്ടും. ഞാൻ കളർ ആഡ് ഞാൻ അങ്ങനെ ക്രിസ്മസ് കേൾപ്പിച്ചു തരാം. ബാ അടുത്തോ. കണ്ടോ, ഇതാണ് എൻ്റെ ക്രിസ്മസ്. കണ്ടോ, ഞാനിത് നിങ്ങൾക്ക് ഞാൻ രണ്ടായിട്ട് പൊളിച്ച് കാണിച്ചു തരാം. ഇതാ ഇത് ഈ ഒരു ലെവല് വരും. നല്ല രീതിയിൽ ഞാൻ മുറിച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലൊരു മുറിച്ച് പിന്നെ ഇത് ചൂടോടെ കഴിക്കാൻ മാത്രം കൂട്ടുകാരെ ഇത് ഈ സ്നാക്സ് കൊള്ളാവൂ. അതിപ്പോഴും ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം, നമ്മൾ വളരെ ചൂടോടെ തന്നെ ഇത് കഴിക്കണം. കഴിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. സംഭവം പൊളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് അധികം ആരും ചെയ്യാത്ത ഒരു ഐറ്റമാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്, അല്ലെങ്കിൽ വിഭവമാണ് ചക്ക. ചക്ക ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അതിലുപരി ചക്ക കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡിഷ് നമുക്ക് തയ്യാറാക്കാം. ഞാനിപ്പോൾ 2 ഇടിച്ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ഇടിച്ചക്ക കൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിഷ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഇടിച്ചക്ക തോരൻ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഒരുവിധപ്പെട്ട എല്ലാ വീട്ടുകാർക്കും അറിയാം ഇടിച്ചക്ക തോരൻ എങ്ങനെ തയ്യാറാക്കുന്ന. അതൊരു വെറൈറ്റി രീതിയിൽ ഞാൻ നമ്മുടെ പച്ചമുളകിൽ ഞാൻ ഇടിച്ചക്ക തോരൻ ഞാൻ റെഡിയാക്കും. പക്ഷെ ഇതെന്തായാലും ഇന്ന് എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ട്. അമ്മ പാചകത്തിൽ അഗ്രഗണ്യാണ്. അപ്പം ഞാൻ അമ്മയ്ക്ക് ആദ്യം കൊടുക്കാം. അമ്മ ഒന്ന് കഴിച്ചു നോക്കാം. അമ്മയ്ക്ക് നാരങ്ങ വേണോ? കൂട്ടുകാർ നിങ്ങൾ ക്രിസ്മസ് നിങ്ങൾ കണ്ട നല്ല മുരുമുരാൻ നിരപ്പുണ്ട്. പക്ഷെ വളരെ ആ ചൂടോടെ കഴിച്ചാൽ മാത്രമേ ക്രിസ്മസ് കിട്ടത്തുള്ളൂ. പിന്നെ അതായത് നമ്മൾ തണുത്തു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ക്രിസ്മസ് പോകും. അമ്മ കഴിച്ചു നോക്കാം. കഴിച്ചിട്ട് അമ്മയുടെ അഭിപ്രായം പറ. നമ്മൾ ടൊമാറ്റോ കച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് കറക്റ്റ് അഭിപ്രായം പറ. എന്താണ് കൊള്ളോ അമ്മ കൊള്ളൂല്? അമ്മയ്ക്ക് നാരങ്ങ ആഡ് ചെയ്യണം വേണ്ട? ശരി, അമ്മയ്ക്ക് നാരങ്ങ വലിയ താല്പര്യമില്ല. ഉണ്ണിക്കുട്ടൻ ട്യൂഷന് പോയി. കാരണം ഉണ്ണിക്കുട്ടൻ ഇന്ന് ഇല്ല കൂട്ടുകാരെ. അതുകൊണ്ട് ഞാൻ അമ്മയാണ് ഇന്നത്തെ ടേസ്റ്റ് മേക്കർ. എനിക്കിത് അല്പം നാരങ്ങ വേണം. ഞാൻ അല്പം നാരങ്ങയിലേക്ക് ഇത് ആഡ് ചെയ്യാണ്. വളരെ ഒരു സൈഡ് മാത്രം കുറച്ച്. കാരണം എല്ലാവർക്കും നാരങ്ങ ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിനോട് അല്പം നാരങ്ങ കൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ 65 ഇല്ലേ, അതിൻ്റെ ഒരു സെറ്റപ്പാണ് സംഭവം. പക്ഷെ ടേസ്റ്റ് വൈസ് വരുമ്പോഴത്തേക്കും അത് നമ്മുടെ വെജിറ്റബിൾ വെജിലേക്ക് പോകും. മീൻസ് ചക്ക തോന്നൂല. ഇതന്നെ ഞാൻ അല്പം നാരങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഞാൻ ഒരു സവാളയും കൂടെ ഞാൻ ഒന്ന് എടുക്കുകയാണ്. ഒരു സവാള എടുക്കുകയാണ്. എന്നിട്ട് ഒരെണ്ണം നാരങ്ങ വീറ്റ് ഒരെണ്ണം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. കൂട്ടുകാരാണ്ട ഇതാണ് സംഭവം. ഞാൻ ടേസ്റ്റ് ചെയ്യണം. അമ്മ അങ്ങനെ കൊള്ളാല തോന്നൂല.
ഇങ്ങനോ? ചക്ക ഒന്നുമില്ല. ചക്ക നമുക്ക് തോന്നത്തില്ല. ചക്ക തന്നെയാണോ? ചക്ക അന്വേഷിച്ച് വേറെ ആരും തന്നാൻ ചക്ക തോന്നില്ല. കൂട്ടത്തിൽ ചക്ക എന്ന് പറയാൻ തോന്നുന്നില്ല. ഒരു ചിക്കൻ 65 തിന്ന ഒരു എഫക്റ്റ് ആണ് ഇതിന്. നമ്മൾ ആ ക്രിസ്മസ് പോവാൻ നമ്മൾ കഴിക്കണം. നമ്മൾ പൊളി കേട്ടാ. അല്പം നാരങ്ങ കൂടെ വീത്തി കഴിക്കാന്നുണ്ടെങ്കിൽ പൊളി ഐറ്റം. പക്ഷെ എപ്പോഴും പറഞ്ഞു തണുത്ത ഇത് നമുക്കൊരു ക്രിസ്മസ് കഴിക്കാൻ ടേസ്റ്റാണ്. പക്ഷെ ആ ഒരു ക്രിസ്പി ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഓൾറെഡി ഞാൻ ഇവിടെ മൈക്ക് വെച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ആ ക്രിസ്മസിന്റെ സൗണ്ട് കിട്ടത്തില്ല. ഓൾറെഡി ഞാൻ എല്ലാം കേൾപ്പിച്ച് തന്നിട്ടുണ്ട്. എൻ്റെ ക്യാമറ തന്നെയാണ് ഞാൻ മൈക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്മസിന്റെ സൗണ്ട് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ സംഭവം കൂട്ടുകാരൻ അടാറ് പൊളി സൂപ്പർ. ഇതിൻ്റെ കൂടെ നല്ലൊരു സൂപ്പർ ചായ. അമ്മ ചായ വേണം? കഴിഞ്ഞില്ല. അമ്മ അപ്പുറം പറ. ഇത് പറഞ്ഞല്ലേ കൊള്ളാം, നല്ല ചക്ക തോന്നുന്നില്ല. കൊള്ളാം, സൂപ്പർ അല്ലേ? സൂപ്പർ. നീ എന്ത് കാര്യം നമുക്കറിയാം. ഞാൻ ആദ്യം ഒരെണ്ണം നമ്മളെ നാരങ്ങ വീത്തി സവാള വച്ച് കഴിച്ചു. ഇനി ഞാൻ അല്ലാതെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യുകയാണ്. ഇതിന്റെ നമുക്ക് ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ചക്ക തോന്നില്ല, ഇത് കൊടുത്തിട്ടോ തോന്നില്ല. പ്രത്യേകിച്ചൊന്നും പറയല്ല, അമ്മ പറയുമ്പോൾ ചക്കയും തോന്നുന്നില്ല. ഇനി ഞാൻ അല്പം സോസും കൂടെ, ചമ്മന്തി ഞാൻ ഒരു ചട്നി തയ്യാറാക്കാൻ വിചാരിച്ചാൽ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം സോസിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്തത് ഈ ഒരു പീസ് ഞാൻ സോസിൽ നോക്കി ആഡ് ചെയ്ത് ഒന്ന് കഴിച്ച് നോക്കണം. അങ്ങനെ ഞാൻ അഭിപ്രായം പറയാം. ഇതില് പുതിന ചട്നിയാണ് നല്ലത്. പുതിനയുടെ ചട്നിയാണ് നല്ലത്. സോസ് അത്ര കൂട്ടുകാർ എത്ര ഉള്ളൂ. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ പുതിന മല്ലിയില അരച്ച ചട്നിയിൽ കഴിച്ചാൽ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് സോസിനോട്, ഈ തക്കാളി സോസിനോട് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷല്ല. ഇതിന് പറ്റിയൊരു സാധനമല്ല. പിന്നെ നാരങ്ങ വിത്തി കഴിച്ചാൽ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നുന്നുണ്ട്. എന്തായാലും സംഭവം അടാറാണ്, പൊളിയാണ്, സൂപ്പറാണ്. അമ്മ ഞാൻ പറയാനല്ല, സംഭവം പൊളിച്ചല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മളെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന, കാശ് കൊടുത്ത് മേടിക്കാം, കാശ് കൊടുക്കാതെ മേടിക്കാം, നമ്മുടെ വീട്ടിൽ കിട്ടും. സുലഭമായിട്ട് കിട്ടുന്ന ഈ ചക്ക, ഇടിച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക എന്നുള്ള ചക്ക കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു റെസിപ്പി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചക്ക വറ്റലെന്നോ ജാക്ക് ഫ്രൂട്ട് വറ്റലെന്നോ പറയുന്ന ഒരു ഡിഷ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. കുറേ നാളത്തെ ശേഷം ഞാൻ വീഡിയോ ഇടുന്നത്. ഇനി ഇടയ്ക്കിടെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്യുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.